വാലന്റൈൻസ് ഡേയുടെ ആവേശത്തിൽ കേരള അസോസിയേഷൻ ഓഫ് ഡാളസ് 2024 ഫെബ്രുവരി 24 ശനിയാഴ്ച വൈകുന്നേരം ഗാർഡനിലെ അസോസിയേഷൻ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച കരോക്കെ സംഗീത സായാഹ്നം പ്രണയനിലാവ് അവിസ്മരണീയമായി. നിത്യഹരിത റൊമാന്റിക് ഗാനങ്ങളുടെ അവിസ്മരണീയമായ പ്രകടനങ്ങളുടെ സായാഹ്നത്തിൽ ഡാളസ് ഫോർത്ത് വർത്ത് മെട്രോപ്ലെക്സിലെ 6 വയസ്സുമുതൽ 90 വയസ്സുവരെയുള്ള 30-ൽ പരം അനുഗ്രഹീത ഗായകരാണ് അണിനിരന്നത്. പ്രണയത്തെ അതിന്റെ എല്ലാ സ്വരമാധുര്യത്തോടെയും ആഘോഷിച്ച സംഗീത പരിപാടി ഡാളസ് കേരള അസോസിയേഷൻ ചരിത്രത്തിൽ ആസ്വാദകരുടെ സാന്നിധ്യം കൊണ്ടും അവതരണ പുതുമ കൊണ്ടും തികച്ചും വ്യത്യസ്ത പുലർത്തുന്നതായിരുന്നു. വൈകിട്ട് കൃത്യം 4 മണിക്ക് ആരംഭിച്ച സംഗീത പരിപാടി 8 മണിവരെ നീണ്ടുവെങ്കിലും വർദ്ധിച്ച ആവേശത്തോടെ കാണികൾ ഇരിപ്പിടങ്ങളിൽ ആടിയും പാടിയും ഇരുന്നിരുന്നത് പ്രത്യേകം ശ്രദ്ധയാകർഷിച്ചു. ഗായകർ ആലപിച്ച ഓരോ ഗാനവും ഒന്നിനോടൊന്ന് മികച്ചതായിരുന്നു. അസോസിയേഷൻ പ്രസിഡന്റ് പ്രദീപ് നാഗനൂലിൽ സ്വാഗതം ആശംസിച്ചു. കേരള അസോസിയേഷൻ ഭാവി പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും സഹകരിപ്പിച്ച് മുന്നോട്ടുപോകുമെന്നും കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അംഗങ്ങളുടെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും പ്രദീപ് ഉറപ്പു നൽകി. അമേരിക്കൻ ഇന്ത്യൻ ദേശീയ ഗാനങ്ങളോടെയാണ് 4 മണിക്കൂർ നീണ്ടുനിന്ന സംഗീത സായാഹ്നത്തിനു തുടക്കം കുറിച്ചത്. ആർട്സ് ഡയറക്ടർ ശ്രീമതി സുബി ഫിലിപ്പ്, രഞ്ജിത്ത് ജെയിംസ് എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. സംഗീത പരിപാടികൾക്കിടയിൽ ഡാളസ് കേരള അസോസിയേഷന്റെ പുതുവർഷത്തെ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിലവിളക്കിൽ ദീപം കൊളുത്തി പ്രസിഡന്റ് പ്രദീപ് നാഗനൂലിൽ നിർവഹിച്ചു. തുടർന്ന് കേക്ക് മുറിച്ചു എല്ലാവർക്കും വിതരണം ചെയ്തു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മഞ്ജിത് കൈനിക്കര നന്ദി പറഞ്ഞു. സംഘടനയുടെ ആദ്യ പരിപാടി ഇത്രയും വിജയകരമാകുന്നതിന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച അസോസിയേഷൻ ഭാരവാഹികളും ഗായകരും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുവെന്നു മഞ്ജിത് പറഞ്ഞു. തുടർന്നു എല്ലാവർക്കും അസോസിയേഷൻ ഭാരവാഹികൾ തയ്യാറാക്കിയ വിഭവ സമൃദ്ധമായ ഡിന്നറും ആസ്വദിച്ചാണ് അംഗങ്ങൾ യാത്രയായത്. മുൻ പ്രസിഡന്റ് ബോബൻ കൊടുവത്തു, ഇന്ത്യൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെന്റർ പ്രസിഡന്റ് ഷിജു എബ്രഹാം, ഡയറക്ടർമാരായ സിജു വി ജോർജ്, രാജൻ ഐസക്, ജോസ് ഓച്ചാലിൽ, പീറ്റർ നെറ്റോ, അസോസിയേഷൻ ആദ്യ ജനറൽ സെക്രട്ടറി എബ്രഹാം മാത്യു, കുഞ്ഞുമോൻ, ഇന്ത്യ പ്രസ് ക്ലബ്ബ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ ബെന്നി ജോൺ, കേരള ലിറ്റററി സൊസൈറ്റി പ്രസിഡന്റ് ഷാജു ജോൺ, പി. സി. മാത്യു, ഗാർലാൻഡ് സിറ്റി സീനിയർ സിറ്റിസൺ കമ്മീഷണർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു.